നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളീയ സമൂഹത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ഇന്ന് മുതൽ 8-ാം തീയതി വരെ സംസ്ഥാന കലോത്സവം, അറബി കലോത്സവം ഉൾപ്പെടെ 25 വേദികളിലായി 249 മത്സരങ്ങളിലായി 15,000-ഓളം വരുന്ന കലാപ്രതിഭകളാണ് മാറ്റിവെക്കുന്നത്. സ്കൂളിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത ആറ് കുട്ടികളെ നോക്കിയാൽ സംസ്ഥാന യുവജനോത്സവത്തിന് മുന്നേ 5 ലക്ഷം വിദ്യാർത്ഥികൾ സംസ്ഥാനത്ത് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം 20,000 രൂപ ഭക്ഷണത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 4,000 രൂപ കേരളത്തിൽ ലഭിക്കുവാനുള്ള മുതലാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പല പ്രഖ്യാപനം ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വിദ്യാർത്ഥിയും മാധ്യമങ്ങളും വിപുലമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സരങ്ങൾ തത്സമം നടത്തും. പൊതുവിദ്യാലയങ്ങളിലെ NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലീഗ്, നാഷണൽ സർവീസ് സ്കീം, ജൂനിയർ റെഡ് സോഷ്യൽ സർവീസ് സ്കീം എന്നീ സന്നദ്ധ സംഘടനകളിൽ നിന്നും പ്രത്യേക പരിശീലനം നേടിയ 2,500-ഓളം വിദ്യാർത്ഥികളുടെ പിന്തുണയിൽ ഉണ്ടാകും. പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, വാട്ടർ അതോറിറ്റി, KSEB, ആരോഗ്യവകുപ്പ്, KSRTC, നഗരസഭ തുടങ്ങിയ വിവിധ ഏജൻസികളുടെ സഹായത്തോടുകൂടി വിപുലമായ സജ്ജീകരണങ്ങളാണ് പ്രകാരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മത്സരങ്ങൾ സുഗമമായി നടത്തുവാനും സമയക്രമം പാലിക്കുവാനുള്ള എല്ലാ നടപടികളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നു. കുട്ടികളെ താമസിക്കുന്നതിന് വേണ്ടി 26 സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 10 സ്കൂളുകൾ റിസർവായി കരുതിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിനായി ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് വിജയമല്ല പങ്കെടുക്കലാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആരോഗ്യകരമായ മത്സരമാണ് അങ്ങനെ ഇവിടെ വരേണ്ടത്. പരസ്പര ബഹുമാനവും സ്നേഹവും മത്സരവും വേണം. ഇത് കലാധ്യാപക മത്സരമല്ല, രക്ഷാകർത്താക്കളുടെ മത്സരമല്ല, നമ്മുടെ കുട്ടികളുടെ മത്സരമാണെന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുകൊണ്ട് കാലഘട്ടത്തിൽ നേരിടുന്ന അസമത്വത്തിന്റെ മുൻവിധികളുടെയും അടുത്തുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണഗുരു, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി അവർ, അബ്ദുൽ ഖാദർ മോദി തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളെ വളർത്തിയെടുക്കുന്നതാണ് തിരുവനന്തപുരം. ഉമാനാശ, ഉള്ളൂർ പരമേശ്വരൻ തുടങ്ങിയ സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആശയം ജന്മസ്ഥലം കൂടിയാണ് തിരുവനന്തപുരം. കേരള ചരിത്രത്തിന്റെ ഭാഗമായ CP രാമനുടെയും രാജാരവികളുടെയും ഈ ദേശത്തിന്റെ പാരമ്പര്യത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു. കലാസാംസ്കാരികളിലെ എണ്ണമറ്റ കടന്നുകളുടെ നാടാണ് തിരുവനന്തപുരം. സാമൂഹിക പരിഷ്കരണം, രാഷ്ട്രീയ പരിവർത്തനം, കലാപരമായ മേഖലകൾ എന്നിവയിലെ പുരോഗതിയിലെ ഉജ്ജ്വലമായ ചരിത്രമുള്ള തിരുവനന്തപുരം കലാകേന്ദ്രത്തിന്റെ ഭാവി വികാസങ്ങൾ ഉൾക്കൊള്ളാൻ സജ്ജമാണ്. മത്സരാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അനുഗമിക്കുന്ന അധ്യാപകർ ഉൾപ്പെടെ 25,000-ലേറെ ആളുകൾ നഗരം സന്ദർശിക്കുകയും മത്സരവേദികളിൽ സജീവമായി കഴിയുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ വിദ്യാർത്ഥികൾ അധ്യാപകർ ബോധിപ്പിക്കുന്ന മത്സരങ്ങളുടെ കാര്യം പങ്കെടുക്കും. ഈ മേള തടസ്സമില്ലാത്തതും ഊഷ്മളമായ സ്വീകരണം ഉറപ്പാക്കുവാനും സംഘാടന സമിതി പ്രവർത്തനം വൻ വിജയമാക്കി കഴിഞ്ഞിരിക്കുക. മത്സരാർത്ഥികൾക്ക് ഇപ്പോൾ നൽകുന്ന ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പ് 1,000 രൂപയാണ്. ഇത് 1,500 രൂപ ആയി വർദ്ധിപ്പിക്കുമെന്ന കാര്യം ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും പരിഗണനയിലാണ്. കേരളത്തിന്റെ തനിമയുടെയും യഥാർത്ഥ ആഘോഷമാക്കി മാറ്റാം. ഈ സാംസ്കാരിക ഉത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ എന്റെ ആശംസകൾ നേരുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കാര്യത്തിൽ പൊതുസമൂഹത്തിന്റെ പിന്തുണയാണ്. കേരള സ്കൂൾ കലോത്സവം വൻ വിജയമാക്കുവാൻ എല്ലാ പിന്തുണയും പൊതുസമൂഹം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ട്. പ്രത്യേക ഒരു പരിഗണന ലഭിക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 25 മത്സരവേദികളാണുള്ളത്. കേരളത്തിലെ 25 നദികളുടെ പേരാണ് വേദിക്ക് നൽകിയിരിക്കുന്നത്. പ്രധാന വേദിയായ സന്ദർശനത്തിന് ഭാരതപ്പുഴയാണ് പേര് നൽകിയിരുന്നത്. എന്നാൽ MPയുടെ വേർപാടിന് ശേഷം MD നീലാവിനെ മാറ്റി നിശ്ചയിക്കുകയായിരുന്നു. ഭാരതപ്പുഴയിലെ ഓമനപ്പേരായ വിളയെക്കുറിച്ച് MD ഉദ്ധരിച്ച വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അറിയാത്ത അത്ഭുതങ്ങളെ
ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാരായിരുന്നതിൻ്റെ വിളയാണ് വിളാനദിയാണ് ഇഷ്ടം. നന്ദി, നമസ്കാരം. അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനമാണ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരവോടെ ക്ഷണിക്കുന്നു. മറ്റു വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കുചേരുന്നു. അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാർ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര ഉത്സവമായി വളർന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കൊടുക്കുന്നു. ഈ മേളയിൽ 15,000-ഓളം കലാപ്രതിഭകളാണ് മാറ്റിവെക്കുന്നത്. നേരത്തെ പറഞ്ഞു 25 ജില്ലകളിലാണ് കലാകാരന്മാർ. എല്ലാവർക്കും വിജയാശംസകൾ. ഈ കലോത്സവത്തോടൊപ്പം സംസ്കൃതോത്സവം, അറബി സാഹിത്യോത്സവം എന്നിവ കൂടി നടത്തുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ 5 നൃത്തരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നല്ല സീറ്റാണ്, അടിപൊളി സീറ്റാണ്. പ്രാർത്ഥന കലകളുടെയും ക്ലാസിക് കലകളുടെയും എല്ലാം സംഗമ രീതിയാവുകയാണ് ഈ കലോത്സവം. ഏറെ അഭിമാനകരമാണ്. കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം സംഭവിച്ച വർഷമാണ് കടന്നുപോയിരിക്കുന്നത്. എഴുത്തുകാർ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകർ, പത്രാധിപർ എന്നീ നിലവിലെല്ലാം വ്യക്തിബന്ധം പതിപ്പിച്ച ശ്രീ M.T. വാസുദേവനെ വിടവാങ്ങിയ വർഷമാണ് കടന്നുപോയത്. എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്ന രീതിയാണ് സ്കൂൾ കലോത്സവം. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. കേരളത്തിലാകെ
ദുഃഖത്തിലാക്കി മുണ്ടക്കൈ വെറുമല കഴിഞ്ഞ വർഷമാണ്. അതിൻ്റെ ആഘാതത്തിൽ അവിടെ നിന്നുള്ള കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യമില്ല. അതിന് മറികടക്കാനുള്ള സത്വരമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകും. കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ലഭിക്കുകയും പഠനോപകരണങ്ങൾ ലഭ്യമാക്കി നാം അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല GHSലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കുക. ആ നിലയ്ക്ക് കലാപ്രകടനം എന്നതിലൂടെ അതിജീവനത്തിനെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമാണ്. വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണികളാകുന്നവരാണ് ഇവിടെ പങ്കെടുക്കുന്ന ഓരോ കുട്ടിയും. കലോത്സവ വേദികളിൽ മാറ്റിവെച്ച നിരവധി പ്രതിഭകൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പിന്നീട് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കും. ആ മുതൽക്കാലത്തേക്കും ഉൾക്കൊണ്ടു വേണം ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കുക. അങ്ങനെ നമ്മുടെ സാംസ്കാരിക രംഗത്തെയും ആസ്വാദന രീതികളെയും മാറ്റിമറിക്കുന്ന കലാസൃഷ്ടികൾ നടത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക ഉന്നമനത്തിനായി നാളെ ഈ സമൂഹത്തെ ഒന്നടങ്കം മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ആ ബോധ്യത്തോടെയുള്ള ഈ കലോത്സവത്തിൻ്റെ പങ്കാളിത്തമാണ് വിജയത്തേക്കാൾ വലിയത്. ആ തിരിച്ചറിവോടെ ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയട്ടെ. മനുഷ്യർ പൊതുവെ ഉത്സവപ്രിയരാണ്. ജീവിത ദുരിതങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പോലും ജീവിതം ഒരു ഉത്സവമാക്കുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അത്തരം സ്വപ്നങ്ങളാണ് വലിയ ജനകീയ വിപ്ലവങ്ങൾക്കും സാമൂഹ്യ വ്യവസ്ഥ മാറ്റങ്ങൾക്കും വഴിവെച്ചിട്ടുള്ളത് എന്നതിന് ലോക ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഉത്സവങ്ങൾ കൗമാരക്കാരുടെയും യുവജനങ്ങളുടേതുമാകുമ്പോൾ അതിന് കൂടുതൽ ഓജസ്സും ഊർജസ്വതയും കൈവരുന്നു. ആ ചടുലത ഇവിടുത്തെ ഓരോ വേദിയിലും നമുക്ക് കാണാനാണ്. ഈ ദേശത്തിലെ മുഴുവൻ കൗമാര പ്രതീക്ഷകളും വർഷത്തിലൊരിക്കൽ ഒരിടത്തു കൂടി മികവ് പ്രകടിപ്പിക്കുന്ന രീതി ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഒരു തലമുറയിലെ മുഴുവൻ സർഗവൈഭവവും ആശകളും പ്രതീക്ഷകളും ആശയലോകവും ആദർശലോകവുമാണ് ഇവിടങ്ങളിൽ മാറ്റിവെക്കപ്പെടുന്നതെന്ന് നിസ്സംശയം പറയും. മനുഷ്യൻ ഇതുവരെ ആർജിച്ച എല്ലാതരം കലാവൈഭവങ്ങളുടെയും വിചിത്രവും മായികവുമായ ഒരു ലോകം നിങ്ങൾക്ക് ഇവിടങ്ങളിൽ ദർശിക്കാനാവും. മാസങ്ങൾ നീണ്ടുനിൽക്കുന്ന ശിക്ഷണങ്ങളുടെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് ഈ പ്രകടനം. അന്യം നിന്ന് പോകുന്ന ഒട്ടേറെ നാടൻ കലകളും അനുഷ്ഠാന കലകളും ഇതിലൂടെ അതിജീവിച്ച് നിലനിൽക്കുന്നു. നാട്ടിൻപുറങ്ങളിലെ ഉൾപ്പെടെ അനേകം കലാചാര്യന്മാരാണ് ഇതുവഴി പരോക്ഷമായി മാനിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. അവർ ഇതുകൊണ്ടാണല്ലോ
കഴിവും മികവും പകർന്നു കിട്ടിയില്ല. കുട്ടികൾ മികവിലേക്ക് ഉയരുമ്പോൾ അവരെ പ്രാപ്തരാക്കിയ ഗുരുദേവങ്ങൾ കൂടി ആദരിക്കപ്പെടുകയാണ്. പഠനപ്രക്രിയയിൽ പുറത്തുള്ള സംഗതിയാണ് കലാസാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങളെന്ന കാഴ്ചപ്പാടിൽ ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. കേവലം വൈജ്ഞാനിക വികാസം മാത്രമല്ല, മറിച്ച് കുട്ടിയുടെ കലാപരവും കായികവുമായ കഴിവുകളുടെയും വ്യക്തിത്വത്തിൻ്റെയും സർവതലസ്പർശിയായ വികാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ അവിഭാജ്യമായ ഘടകമാണ് കലാസാഹിത്യ പ്രവർത്തനങ്ങളും അതിൻ്റെ മൂർത്തീഭാവമായ ഇത്തരം മേളകൾ. ഓരോ വിദ്യാർത്ഥിക്കും അന്തർലീനമായിരിക്കുന്ന കലാകാരനെ ഉണർത്തിയെടുക്കാനുള്ള പ്രക്രിയ കൂടിയാവണം വിദ്യാഭ്യാസം. എല്ലാ വിദ്യാർത്ഥികളും അതിൻ്റെ പ്രതിഭകളായ കലാപ്രവർത്തകർ ആകണമെന്നില്ല. എന്നിരിക്കലും ഓരോ വിദ്യാർത്ഥിയിലും അന്തർലീനമായിരിക്കുന്ന കലാപരമായ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ കൂടി വിദ്യാഭ്യാസത്തിന് കഴിയണം. കുട്ടികളിലെ കലാപരമായ ശേഷികളെ മാത്രമല്ല, അവരുടെ നന്മകളെ കൂടി പ്രകാശിപ്പിച്ചെടുക്കാൻ കഴിയണം. ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്നതാവണം വിദ്യാഭ്യാസം എന്ന പ്രക്രിയ. രോഗാതുരമാകുന്ന മനുഷ്യ മനസ്സിനെ ചികിത്സിക്കാൻ ഏറ്റവും ഉത്തമമായ ഔഷധം കലയാണ്. കലയുടെ മനുഷ്യരാശിക്ക് നഷ്ടപ്പെടുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാവും. വിദ്യാഭ്യാസത്തിൽ കലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന വഴി വ്യക്തികളിലെ ക്രിയാത്മകത വർദ്ധിപ്പിക്കാൻ സാധിക്കും. മാനസികമായ സമസ്ത നന്മകൾക്കും വേണ്ടി ബന്ധക്കൊള്ളാനായി ആസ്വാദകരെ പ്രചോദിപ്പിക്കാൻ കലയ്ക്കും സാഹിത്യത്തിനും കഴിയും. അവരെ അത് പ്രചോദിപ്പിക്കും, ജീവിതത്തെ കൂടുതൽ ജീവിതയോഗ്യമാക്കിയെടുക്കാനും അത് സഹായിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം നല്ല കലാരൂപങ്ങളും അതിൻ്റെ സൃഷ്ടാക്കളും പല കാലത്തും ആക്രമണത്തിന് വിധേയമായിട്ടില്ല. ഇതിൽ വേണ്ടുവോളം ഉദാഹരണങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെ ആഞ്ഞടിച്ച തോപ്പിൽ വാസനയുടെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിനെതിരെ എത്രയോ ആക്രമണങ്ങൾ നടന്നു. അത് മനസ്സുകൊണ്ടും കലാപ്രവർത്തനം നിർത്തുകയല്ല ചെയ്തത്. ആ കലാകാരന്മാർ നിർത്താതെ തുടരുക തന്നെ ചെയ്യും. ഇത് പറയുന്നത് കലാരംഗത്തെ പ്രവർത്തനങ്ങൾ ആയാസരഹിതമായോ ത്യാഗം ആവശ്യമില്ലാത്തവയോ അല്ല എന്ന് സൂചിപ്പിക്കാനാണ്. തളരാതെ അതിജീവിക്കാൻ വേണ്ട മനോബലം കൂടി കലാരംഗത്തെ കടക്കുന്നവർ ആർജിക്കേണ്ടതുണ്ട്. ഇത്തരം കലോത്സവങ്ങളിൽ വിജയികളാവുന്നവർ തന്നെയാണ് പിൽക്കാലത്ത് ആ രംഗത്തെ പ്രഗത്ഭ കലാകാരന്മാരും കലാകാരികളുമായി മാറുന്നത്. നിരവധി ഉദാഹരണങ്ങൾ എടുത്തു കാട്ടാനുണ്ട്. എന്നാൽ അതേസമയം സ്കൂൾ വിദ്യാഭ്യാസ കാലം കഴിയുന്നതോടെ കലാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗവും ഉണ്ട്. നമ്മുടെ പല പഴയ കലാപ്രതിഭകളുടെയും കലാതിലകങ്ങളുടെയും പിന്നീടുള്ള ജീവിതം പരിശോധിച്ചാൽ ഇത് വ്യക്തമാണ്. ഈ വിഷയം ഗൗരവമായി കലാകേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവരെ കണ്ടെത്തി കലാകേരളത്തെ മുതൽക്കൂട്ടാക്കാനുള്ള ശ്രമങ്ങൾ കൂട്ടായി നടത്തേണ്ടതുണ്ട്. സർക്കാർ ആ കാര്യത്തിൽ ശ്രദ്ധ വെക്കും എന്നുകൂടി അറിയിക്കുന്നു. യുവജന ഹൃദയം സ്വതന്ത്രമാണ്. അവരുടെ കാമ്യപരിഗ്രഹിച്ച്
എന്നെഴുതിയത് മറ്റാരുമല്ല, മഹാകവി കുമാരനാശാനാണ്. ആ ഗ്രഹങ്ങളുടെ സാമൂഹ്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ് പുതുതലമുറ ഇച്ഛിക്കുന്നത്. ആ ഗ്രഹങ്ങളുടെ സർഗാത്മകമായ പ്രതിഫലമാകും ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കലാവിഷ്കാരങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കലോത്സവം ശ്രദ്ധേയമാകാൻ പോകുന്നത് ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്ന കലാരൂപങ്ങളുടെ വൈവിധ്യ സമൃദ്ധി കൊണ്ടാണ്. ഒരു വൈവിധ്യവുമില്ലാത്ത ഏകതാനതയാണ് കലോത്സവത്തിൻ്റെ മുഖമുദ്രയെങ്കിൽ അതെത്ര വിരസമായിരിക്കും. ഇത് കലയുടെ കാര്യത്തിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ ആകെ കാര്യത്തിൽ പ്രസക്തമാണ്. കലോത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് മനുഷ്യരും തമ്മിലുള്ള പരസ്പര സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും ഐക്യവുമെല്ലാം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. കലാപ്രവർത്തനങ്ങൾക്കുള്ള വേദിയായിരിക്കുമ്പോൾ തന്നെ അത്തരം കാഴ്ചപ്പാടുകൾക്ക് കൂടി ഇവിടെ പ്രാധാന്യം കൈവരണം. ചിലപ്പോഴെല്ലാം കലോത്സവ വേദികൾ ഇടമത്സരങ്ങളുടെയും തർക്കങ്ങളുടെയും വേദിയാകാറുണ്ട്. അതുണ്ടാവാതെ ഇരിക്കാൻ കലാപരമായ കഴിവുകളുടെ പ്രകാശനത്തിൽ കൈവരുന്ന അവസരമായി ഇതിനെ കാണാൻ എല്ലാവരും ശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏവർക്കും നല്ല കലയുടെ ദിവസങ്ങൾ ആശംസിക്കുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ സ്നേഹാഭിവാദം. ബഹുമാനപ്പെട്ട ഭക്ഷ്യസുരക്ഷ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനമായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ഗിരീഷ് കുട്ടി 63ാമത് സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ മന്ത്രി വേദിയിലുള്ള മന്ത്രിമാർ, MLA-മാർ, ജനപ്രതിനിധികൾ, വേദിയുടെ സദസ്യരുടെ ബഹുമാനമായ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്വീകരിച്ചു. കന്നഡയുടെ മന്ത്രിയായ മിടുക്കന്മാരെ മിടുക്കുകളെയും സംഘടന സമിതിയുടെ ചെയർമാനാണ് നേതൃത്വം സ്വാഗതിക്കുന്നത്. ഈ കലോത്സവത്തിൻ്റെ സന്ദേശം ബഹുമാനായ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയും അവരുടെ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചതാണ്. ഈ കലോത്സവം വിജയമാക്കുവാൻ വിദ്യാഭ്യാസ മന്ത്രിയും സംഘാടക സമിതിയും അതുപോലെ വിവിധ സബ്കമ്മിറ്റികളും ഒരു മനസ്സോടെ നടത്തിയ പ്രവർത്തനമാണ് ഇതിനെ എടുത്തു പറയേണ്ട കാര്യമെന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ദീർഘമായ വർത്തമാനം നടത്തുന്നത്. ഐക്യത്തിൻ്റെയും ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും രീതിയാണ്. മത്സരമായിട്ടല്ല, ഉത്സവമായിട്ടാണ് നാം എടുക്കേണ്ടത് എന്ന് നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ എന്നാൽ ചില തെറ്റായ പ്രബോധനങ്ങൾ അടുത്ത കാലത്തായി കലോത്സവത്തിൽ കടന്നു നമ്മൾ കാണാൻ പറ്റുന്നു. കലയും സാഹിത്യവും സംഘഭാഷകളും മറ്റൊരാളെ പ്രവർത്തിച്ചുകൊണ്ട് വിജയം നേടാനുള്ള അവസരങ്ങളാണ്. ലോകത്തിൻ്റെ എല്ലാ വലിയ കലാകാരന്മാരും മറ്റാരെയും പ്രവർത്തിച്ച് വലിയവരായവരാണ്. ഇന്ത്യകളുടെ മനസ്സിൽ കൂട്ടായി കളിക്കാനും ആനന്ദിക്കാനുമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അവർ മത്സരങ്ങൾ തുറക്കുന്നത് നമ്മൾ മുതിർന്നവരാണ്. രക്ഷകർത്താക്കളും അധ്യാപകരും അത്തരം പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും വിട്ടുനിർത്തണമെന്നാണ് എനിക്ക് അവസ്ഥ സൂചിപ്പിക്കുന്നത്. ഈ കലോത്സവം വലിയ വിജയകരമാക്കുവാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭിനന്ദനവും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK
ഗോവിന്ദദാസ്, ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രീ പി. ജോയ്, അഡ്വക്കേറ്റ് സാഹിബ് അവർ, എ.പി. സതീഷ് അവർ എന്നിവർക്ക് ഏറെ ബഹുമാനത്തോടുകൂടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി. സുരേഷ് കുമാർ അവർ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ നന്ദകുമാരി KS, സഹപ്രവർത്തകരായ ശ്രീ ആർ. അഡീഷണൽ ഡയറക്ടർ ഡെപ്യൂട്ടി ശ്രീ സുബിത് പോൾ എന്നിവർക്ക് ഏറെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങിൻ്റെ ഈ മലയാളത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മാധ്യമസുഹൃത്തുക്കളും ഈ പരിപാടിയിൽ ഓ
സ്പോൺസർ ചെയ്തത്. കുളമില്ലാത്തോണ്ട് കുളമാണ്. കൈ എടുക്കണ്ടേ? മത്സരങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കണ്ടതാണ് ഓരോ ജഡ്ജസും നിരീക്ഷണത്തിലാണ് എന്തുകൊണ്ടല്ല അത് സംഗീതവും നായക സംഗീതം ദലിത് സംഗീതമുണ്ട്, സംഗീതമുണ്ട്, സംഗീതമുണ്ട്. അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കണം. ഒരു മുഷിഞ്ഞ ഡ്രസ്സിട്ട ഒരാളായാലും വെളുത്ത നിറമുള്ളതായാലും കറുത്ത നിറമുള്ള പ്രാക്ടീസ് ഉണ്ടാകുക ചെറുതായിട്ട് കിട്ടത്തില്ല. അതിന് ഇപ്പോൾ എനിക്ക് 55 വയസ്സായി, ഞാൻ ഇപ്പോഴും പാടുന്നെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രയത്നം വളരെ വലുതാണ്. പലരും കുറിച്ച് പറയാൻ പറ്റും, അത് പാടിക്കാണിക്കും. അതിനേക്കാൾ ഒരു പോയിന്റ് പാടുന്ന ഒരാൾക്ക് മാത്രമേ എന്നെ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ വെറുതെ കൂടുതൽ ഈ സ്റ്റാർ സിംഗർ വന്നതോടുകൂടി സംഗതി എന്താണെന്ന്, ജന്മം എന്താണെന്ന്, ശ്രുതി എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ സാധാരണ ഒരു പാട്ടുകാരന് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും. സംഗീതം സാന്ത്വനമാണ്, സംഗീതം സത്യമാണ്, സംഗീതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ഈ തലമുറയിലെ കുട്ടികൾ പല സ്കൂളുകളിലും അടവുകൂടി എല്ലാം വേണ്ടിക്കൂടെ പോയാണ്. ഞാൻ ഒരുപാട് സ്കൂളുകളിൽ പോകാറുണ്ട്, ചേട്ടൻ്റെ സ്കൂളിൽ വന്നിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന സംഗീതം പഠിക്കുന്ന കുട്ടികളൊന്നും കൈകൊക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സംഗീതത്തിൽ പ്രാധാന്യം? എന്തുകൊണ്ട് മത്സര സംഗീതം നല്ല പ്രതിഭകളുണ്ടാകണമെങ്കിൽ നല്ല നല്ല വിദ്യാർത്ഥികൾ, നല്ല സംഗീതജ്ഞർ. ഒരു മനുഷ്യനെ നാം എടാന്ന് വിളിക്കുന്നത് ഇടൂ എന്ന് വിളിക്കുന്നത് സർ എന്ന് വിളിക്കുന്നത് വലിയ വ്യത്യാസം. എടാന്ന് വിളിക്കുന്നത് എന്താടോ എന്നത്, അത് ചേട്ടാ അതേ മിസ്റ്റർ, അത് സാർ എന്ന് വിളിക്കുന്നതോട് വ്യത്യാസം വളരെ വലുതാണ്. വളർന്നു വരുന്ന കുട്ടികളുടെ സംഗീതവും കലയും നമ്മുടെ സമൂഹത്തിന്റെ സ്വത്താണെന്നും അത് പഠിക്കുവാനും ഉള്ള സാഹചര്യം ഉണ്ടാകണം. കൊടുക്കുന്ന നല്ല മനസ്സ്, ആ മനസ്സുണ്ടാകണമെങ്കിൽ ജീവിക്കുവാൻ പരിസരം കിട്ടും. അവരൊക്കെ സംഗീതത്തിന് വലിയ പ്രാധാന്യമാണ്. ഇത്തരത്തിലുള്ള കലാമാമാങ്കങ്ങൾ അതിന് കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്രയും മനോഹരമായ ഒരു വേദിയിൽ പങ്കെടുക്കുവാൻ സംസ്ഥാന സ്കൂൾ യുവജനോത്സവ മത്സരത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാരാണ് നിങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഒരു വേദിയിൽ വന്ന് എൻ്റെ കാര്യം പറയുവാനും നിങ്ങൾക്ക് വേണ്ട ഒന്നിരട്ട് പാട്ടുകൾ പാടുവാനൊക്കെ അവസരം ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ട കടകംപള്ളി ചേട്ടനോട്, പ്രിയപ്പെട്ട അടുത്ത സുഹൃത്താണ്. എൻ്റെ സംഗീതത്തിൽ ഒരുപാട് യുവജനോത്സവ വേദികളിൽ നിറയെ സമ്മാനങ്ങൾ വളരെ ഏറ്റവും ഫേവറേറ്റ് ഇനം ലളിതഗാനമാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത്
വേദിയിൽ ആഗ്രഹമുണ്ട് പ്ലേ ചെയ്യാമോ? ഓടി രണ്ട് പയ്യന്മാരെ ഉള്ളടെ ആദർശം എനിക്ക് കൂട്ടണം വേറെ ഒരുത്തരം പറയാൻ വേദി ഇത്തരത്തിൽ നല്ല വേദിയിലേക്ക് എന്നെ കൂടെ വിളിച്ച് നമ്മൾ കേരള സർക്കാരിനും എൻ്റെ എളിയ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം ഈ മാമാങ്കം ഇനിയും ശോഭയോടെ മേൽക്കുമേൽ വർദ്ധിത ശോഭയോടുകൂടി ഏറെ നാൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ ഇത് വളർന്നും വലുതാകട്ടെ.